ഹായ് വെൽക്കം ടു IAS ഫാക്ടർ ന്യൂസ് കോൺസെപ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. കാരണം കോച്ചിങ് ഇൻഡസ്ട്രി, കാരണം നമ്മളെല്ലാവരും പലയിടത്തെങ്കിലും കോച്ചിങ്ങും ഇത് ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഈ കോച്ചിങ് ക്ലാസ്സസ് എല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇത് റെഗുലേറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ പഠിക്കുന്നത്. നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് അപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇവിടെ രാജസ്ഥാനെന്ന് കാണാൻ പറ്റും. കാരണം കോട്ട ഫാക്ടറി, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ പഠിക്കുന്നതും. ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഏകദേശം 60,000 കോടിയോളം വരുന്ന വലിയ ഹ്യൂജ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രി തന്നെ ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ ശരിക്കും ഇവിടെ പ്രധാനമായിട്ട് ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം തന്നെ ഈ കുട്ടികളുടെ സൂയിസൈഡ് റേറ്റ്സ് ആണ്. അത് വളരെ ഹൈ റേറ്റ് ആണ്. കാരണം എൻട്രൻസ് കിട്ടില്ല എന്ന് പറഞ്ഞ് എത്ര പേരാണ് സൂയിസൈഡ് ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ ശരിക്കും മെൻറ്റൽ ട്രോമ, നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, ഒരു കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ മെൻറ്റൽ ട്രോമ ഈസ് വെരി ഹൈ. ഇതാണ് രാജസ്ഥാൻ ഒരു സ്റ്റേറ്റാണ്. ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളുണ്ട്. ഒരുപാട് സ്റ്റേറ്റുകൾ അവരവരുടെ സ്റ്റേറ്റിൽ കോച്ചിങ് സെൻറ്റേഴ്സിനെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ വളരെ പ്രത്യേകമായിട്ട് ഇതിൽ എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലാണ് ഫേമസ് ദ കോട്ട ഫാക്ടറി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും രാജസ്ഥാൻ കോച്ചിങ് സെൻറ്റർ റെഗുലേഷൻ ബില്ല് കൊണ്ടുവന്നെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. സോ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ കോട്ട ആൻഡ് സിക്കാർ എന്ന് പറയുന്ന രണ്ട് പ്രധാന നഗരങ്ങളാണ്. സൂയിസൈഡ്സിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 88 മരണങ്ങളാണ് ലാസ്റ്റ് 4 years കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, 2015 ഏകദേശം 19ഓളം സൂയിസൈഡ്സ്. കാരണം ഒരു പരിധിക്ക് മുകളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് കിട്ടുന്നില്ല. IIT കിട്ടണം, അല്ലെങ്കിൽ IIT കിട്ടിയില്ലെങ്കിൽ മരണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒത്തിരി. അത് സാധാരണ വീട്ടിൽ മാത്രമല്ല, വളരെ വെൽ ഓഫ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ പ്രഷർ വളരെ ഹൈ ആണ്. ഇവിടെ പോയാൽ കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ജീവിതം ഇല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു സൂയിസൈഡിൻ്റെ ഒരു വക്കിലാണ്. അപ്പോൾ ഇത് തന്നെ ഈ കോച്ചിങ് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് വേണം എന്ന് പറഞ്ഞ് 8, 10, 11 മണിക്കൂറാണ് കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരണ്ടേ? കാരണം കുറേയൊക്കെ ഈ കൊമേഴ്ഷ്യലൈസേഷനാണ്. കാരണം അക്കാഡമിയിൽ അല്ലെങ്കിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നു, ലക്ഷക്കണക്കിന് കുട്ടികൾ ചേർന്ന് പഠിക്കുന്നു, എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ടോ? കിട്ടാത്തവരെല്ലാം മോശക്കാരാണ്. നന്നായി പഠിക്കുന്നവർക്ക് മാത്രം പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അപ്പോൾ ഒരു കുട്ടിയെ, ഇത് പഠിക്കാൻ വരുന്ന കുട്ടികളെല്ലാം ചെറിയ കുട്ടികളാണ്. കാരണം +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതാൻ വേണ്ടിയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഇവരുടെ ഒരു മെൻറ്റൽ ട്രോമ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ചർച്ചയില്ല, റിസൾട്ട് മാത്രമേ പ്രധാനമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടിസക്ക് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്. സോ രാജസ്ഥാൻ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ കോച്ചിങ് സെൻറ്റർ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സെൻട്രൽ, അവരുടെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു അതോറിറ്റി കൊണ്ടുവരാൻ പോവുകയാണ്. അതിൽ പോലീസുകാരുണ്ട്, എഡ്യൂക്കേഷനിസ്റ്റുകളുണ്ട്, സൈക്യാട്രിസ്റ്റ് ഉണ്ട്, കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ ആൾക്കാരുണ്ട്, പേരൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ട്, ഡിസ്ട്രിക്ട് കളക്ടർ, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സൂപ്രണ്ട് ഓഫ് പോലീസ്, എല്ലാവരും ചേരുന്ന ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മാൻഡേറ്ററി റൂൾസ് ഉണ്ട്. ഈ പ്രവർത്തിക്കുന്ന അക്കാഡമികളുടെ എല്ലാം രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതേപോലത്തെ സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനത്തെ ഒരു സൂയിസൈഡ് റേറ്റ്സ് വളരെ പോപ്പുലറാണ് ഇതിൻ്റെ കോട്ട ഫാക്ടറി എന്ന് പറയുമ്പോൾ. ഒരുപാട് റൂൾസിൽ ഒന്നാണ്, അതായത് 1 സ്ക്വയർ മീറ്റർ സ്പേസ് എങ്കിലും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് എല്ലാം മിനിമം ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. പിന്നെ ഈ ഫോൾസ് റിസൾട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കും, 100% റിസൾട്ട് കിട്ടിയിരിക്കും, അങ്ങനത്തെ ക്ലെയിംസും കാര്യങ്ങളൊക്കെ മാറണം. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെബ്സൈറ്റിലാണെങ്കിലും ഇതിലെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ആരാണ് പഠിപ്പിക്കുന്നത്, ആരുടെ പ്രൊഫൈൽ എന്താണ്. അതേപോലെ തന്നെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമിംഗ്, ഈ 10, 12, 14 മണിക്കൂറൊന്നും ദിവസം ക്ലാസ് വെക്കാൻ പറ്റില്ല. 5 hours ക്ലാസ് ടൈമിങ്സ് വേണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ബ്രേക്ക് കൊടുക്കണം, റിലാക്സ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. പല സ്ഥലങ്ങളിലും 15 to 16 hours ഒക്കെയാണ് ക്ലാസ് പോകുന്നത്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിൽ അത്ഭുതം എന്ന് പറയാം. അങ്ങനെ അത്രയും സിസ്റ്റംസ് ഉണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ 50,000 മുതൽ 2 ലക്ഷം വരെ പോകുന്ന പെനാൽറ്റീസ് നിയമത്തിൻ്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ അക്കാഡമീസിൻ്റെ രജിസ്ട്രേഷൻ തന്നെ പോവാം. പക്ഷേ ഇതിനകത്തൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ പല സംഭവങ്ങളും ഒരു 100-ൽ കൂടുതൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള 10, 30, 40 കുട്ടികളെ പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്ന പ്രഷർ ശരിക്കും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവാണ് ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ കോട്ട ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റ് സൈസ് കണ്ടോ? കോച്ചിങ് ഇൻഡസ്ട്രി രാജസ്ഥാൻ്റെ മാത്രം നോക്കുകയാണെങ്കിൽ ഏകദേശം 50 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഇതിൽ എൻറോൾഡ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 60,000 കോടി ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? 60,000 കോടിയാണ് ഇതിൻ്റെ ഫീസിൻ്റെ ഒരു ടോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 10 ലക്ഷം പേരോളം ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ കോട്ട ആൻഡ് സിക്കർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 30-40% ഓഫ് ദി എക്കോണമി, ഈ സ്ഥലങ്ങളുടെ എക്കോണമി എന്ന് പറയുന്നത് തന്നെ കോച്ചിങ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നാളെ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത്രയും ആൾക്കാരുടെ ജോലിയാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ഫാക്ടറും കൂടെ ഉണ്ട്. സോ എന്തായാലും ഒരുപാട് നിയമങ്ങളുണ്ടെങ്കിലും ഇതിനകത്ത് കുറേ നെഗറ്റീവ്സും പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം കുറേ തിയറികളാണ് പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോഴും കുട്ടീനെ മെൻ്റലി എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുട്ടി എങ്ങനെ ഇങ്ങനെ ഒരു സൂയിസൈഡ് ട്രാപ്പിൽ പോവാതിരിക്കാം, വീഴാണ്ടിരിക്കാം, അത്തരത്തിലുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു സംഭവം ഇവിടെ വരുന്നില്ല എന്നുള്ളത് അതിനൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഭയങ്കരമായ ഒരു ബ്യൂറോക്രാറ്റിക് സിസ്റ്റം അല്ലേ, കളക്ടർ, SP, പോലീസ്, സൈക്യാട്രിസ്റ്റ്, അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇത് കയറി പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് റെഗുലേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പ്രവർത്തിക്കില്ല, എക്കോണമി നഷ്ടപ്പെടും, ടീച്ചേഴ്സിൻ്റെ ജോലി പോകും. സോ ക്രിറ്റിസിസംസ് ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്കും ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു പരിധിക്ക് മുകളിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പരിധിക്ക് മുകളിൽ ഒരു പ്രഷർ കൊടുക്കാതിരിക്കുക. ഇതൊരു പരീക്ഷയാണെന്ന് വിചാരിക്കുക, കിട്ടിയില്ലെങ്കിൽ ജീവിതം അവസാനിച്ചില്ലെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു മെൻ്റൽ സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുക. പേരൻസും ഭയങ്കരമായി പ്രഷർ ചെയ്യുന്നുണ്ട് കുട്ടികളെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ രാജസ്ഥാനും ഡിസ്കസ് ചെയ്തു. സെൻട്രൽ ഗവൺമെൻറ് വൈസ് അങ്ങനെ ഒരു നാഷണൽ ഗൈഡ് ലൈൻ നമുക്കില്ല. പക്ഷേ ഓൾറെഡി യൂണിയൻ മിനിസ്ട്രി ഇങ്ങനെ ഒരു ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുണ്ട് കോച്ചിങ് ഇൻഡസ്ട്രീസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള. പക്ഷെ ഒരു സെൻട്രൽ ലോ എന്ന രീതിയിലില്ല. ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ട്. അതായത് ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ പറയണം, ഇങ്ങനെ ഫോൾസ് റിസൾട്ട്സ് പറയരുത്, ഫോൾസ് റിസൾട്ട്സ് കൊടുക്കാമെന്ന് അവർക്ക് വിശ്വാസം ഉറപ്പ് കൊടുക്കരുത്. ഒരു സെൻട്രൽ ഗൈഡ് ലൈൻ ഇതിനു വേണ്ടിയില്ല. ബട്ട് ദേ ആർ ട്രൈങ് ഫോർ ഇറ്റ്. വന്നു കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം. എന്തായാലും കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുന്നത് നമ്മൾ ലൈഫിൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടാനും അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടാണ്. പക്ഷെ പലപ്പോഴും പീപ്പിൾ എൻഡ് അപ്പ് ഡൈയിങ്. സൂയിസൈഡ് റേറ്റ്സ് കുറയട്ടെ. സോ രാജസ്ഥാൻ പോലത്തെ മറ്റ് സംസ്ഥാനങ്ങളും ഇതേപോലെ സെൻട്രൽ ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതായത് കോച്ചിങ് ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഓവർ റെഗുലേഷൻ വന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കില്ല. പക്ഷേ ഒരു നല്ല റെഗുലേഷൻ അത് ഈ ക്ലാസ്സസിൻ്റെ അവേഴ്സിനെക്കാട്ടും കൂടുതൽ മെൻ്റൽ ബാലൻസ് തകർക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അടുത്തൊരു ടോപ്പിക്കുമായി ന്യൂസ് കോൺസെപ്റ്റ്സിൽ കാണാം. ദിസ് ഇസ് അർജുന ശങ്കർ ഫോർ IAS Factor.